നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSC സോഷ്യൽ സയൻസ് പരീക്ഷ കഴിഞ്ഞ ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കുറച്ച് ടെൻഷനുണ്ട്. കാരണം ആ എക്സാം അവർ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ വന്നില്ല. കുറച്ച് കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്, കുറേ കുട്ടികളത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഉള്ള കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ചുരുക്കം കുട്ടികളാണ് എളുപ്പമാണ് എന്ന രീതിയിലൊക്കെ പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുണ്ട്. അതിന് മുന്നേ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SSC പരീക്ഷ കഴിഞ്ഞാൽ വാല്യുവേഷനെക്കുറിച്ചും പ്ലസ് വൺ അഡ്മിഷനെക്കുറിച്ചും ഒക്കെ ഉള്ള വീഡിയോകൾ നിങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഈ സോഷ്യൽ സയൻസ് പരീക്ഷ ആദ്യം പറയാനുള്ളത് 17 ചാപ്റ്റർ ഉണ്ട് സോഷ്യൽ സയൻസ് എക്സാം പഠിക്കാൻ. ഈ 17 ചാപ്റ്ററിലായിട്ട് ഒരുപാട് കണ്ടൻറ്റ് പഠിക്കാനുണ്ട്. എല്ലാ ചാപ്റ്ററും വളരെ വലുതാണ്. ഉള്ള ചാപ്റ്ററിലൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. ഈ 17 ചാപ്റ്റർ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റിൽ നിന്നാണ്. ഹിസ്റ്ററി, ജോഗ്രഫി, അതേപോലെ എക്കണോമിക്സ്, പൊളിറ്റിക്സ് ഇതെല്ലാം ചേർന്നതാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച എന്ന് പറയുന്നത് ഇപ്പം എക്കണോമിക്സിൻ്റെ പാർട്ടായിട്ടുമൊക്കെ കുറച്ച് കാര്യങ്ങൾ വരികയും പൊളിറ്റിക്സിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഹ്യൂമാനിറ്റീസൊക്കെ എടുക്കുന്ന കുട്ടികൾക്കൊക്കെ വരുമായിരിക്കുക എന്നല്ലാതെ മറ്റൊന്നും അങ്ങനെ കാര്യമായിട്ട് പ്ലസ് വൺ പ്ലസ് ടുവിലൊന്നും ഒരു തുടർച്ചയില്ലാത്തതാണ്. പിന്നെ ഡിഗ്രികളൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ പ്ലസ് വൺ പ്ലസ് ടു ഒന്നും ഇല്ലാത്തതാണ്. ഈ സയൻസോ അല്ലെങ്കിൽ കൊമേഴ്സോ ഒന്നും വരുന്നുമില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കെ ഇത്ര ഡീപ്പായ രീതിയിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് എനിക്ക് അത്ര ഒരു കുറച്ച് കുട്ടികൾ പറയുന്നതിലും കുറച്ച് ന്യായമുണ്ട് എന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു ചോദ്യപേപ്പറിൽ പല ചോദ്യങ്ങളും എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആണ്. അതായത് കുട്ടികൾ അവർ പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങളിൽ നിന്നും അല്ല ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നാണ് കുറേ ചോദ്യങ്ങൾ വന്നത്. ഇനി വന്ന ചോദ്യങ്ങളായിക്കട്ടെ, ചോദ്യം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഡയറക്റ്റായിട്ട് ചോദിക്കാതെ പല രീതിയിൽ ഇങ്ങനെ മാറ്റി മറിച്ചുകൊണ്ടൊക്കെ ചോദിക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് അവർ പഠിച്ച കാര്യമാണെങ്കിലും അവരോടത് എന്താണ് ആ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകാത്തത് കൊണ്ടും ബുദ്ധിമുട്ടിയതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ട് പഠിച്ചു പോയ കുട്ടികൾക്ക് എളുപ്പമായിരിക്കും. അങ്ങനെ പഠിച്ച കുട്ടികളുണ്ട്. ആ രീതിയിൽ പഠിച്ചവർ തീർച്ചയായിട്ടും അവർ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും, നല്ല കാര്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ കുട്ടികളുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ വരുമ്പോൾ എല്ലാ കുട്ടികളും ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കണമെന്നില്ല. എക്സാം ആകുമ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലുള്ള പഠിത്തമൊക്കെ പഠിച്ചിട്ടാണ് പോയതെങ്കിൽ ചിലപ്പോൾ ഇന്ന് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. ഏതായാലും വയലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഈ രീതിയിലൊരു ചോദ്യ പേപ്പർ ആയിരുന്നില്ല കുട്ടികൾ എക്സ്പെക്റ്റ് ചെയ്തെന്ന് വിചാരിച്ചത്. പിന്നെ അടുത്ത കെമിസ്ട്രി എക്സാമാണ്. അപ്പം ഇത് കഴിഞ്ഞു, ഇനി ഇത് നിങ്ങൾ വിട്ടേക്കുക. ഇനി ഇത് ആലോചിച്ചൊരു കാര്യമൊന്നുമില്ല. കെമിസ്ട്രി ഓൾറെഡി നമുക്ക് ടഫായൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഇനി അത് പഠിക്കുക, ഇത് വിട്ടേക്കുക. അതാണ് ഈ കുട്ടികളോട് പറയാനുള്ളത്. ഓക്കെ.